പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ചലനമുണ്ടാക്കിയില്ല. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിഷേധക്കാർ റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ പൊതുപണിമുടക്ക് കാര്യമായ ചലനമുണ്ടാക്കിയില്ല. ബസ്സുകളും ഓട്ടോ ടാക്സികളും പതിവ് പോലെ സർവീസ് നടത്തി. പശ്ചിമ ബംഗാളിൽ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പലതവണ സംഘർഷമുണ്ടായി. ജാദവ്പൂരിൽ ഇടതു പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. ഹൗറയിൽ ഇടതു തൊഴിലാളി സംഘടനകളുടെ റോഡ് ഉപരോധത്തിനെതിരെ പോലീസ് ലാത്തിചാർജ് നടത്തി. കൊൽക്കത്ത തുറമുഖത്തിന്റെയും കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെയും പ്രവർത്തനം പണിമുടക്കിൽ സ്തംഭിച്ചു. മുംബൈ, ചെന്നൈ, ബംഗളൂരു നഗരങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലാണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന്റെ ഭാഗമായി കർഷകരും കർഷക തൊഴിലാളികളും വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അതേസമയം രാജ്യത്തെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളെ പണിമുടക്ക് ഭാഗികമായി ബാധിച്ചു. വ്യാവസായിക മേഖലകളെയും പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി നഗരപ്രദേശങ്ങളെ പൊതുപണിമുടക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പണിമുടക്കിന് ആഹ്വാനം ചെയ്ത 10 ട്രേഡ് യൂണിയനുകളും അനുകൂലിക്കുന്ന മറ്റ് സംഘടനകളും ജന്തർ മന്ദറിൽ ഇന്ന് പ്രതിഷേധ യോഗം ചേരും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.